ഹലോ ഗായ്സ്, അപ്പോൾ ഡൽഹിയിലേക്കുള്ള യാത്രയിൽ ഡേ 2 ആണിത് നമ്മുടെ ട്രെയിനിൽ. അപ്പോൾ മോർണിംഗിൽ ഉണർന്നപ്പോൾ തന്നെ കാണാൻ പറ്റിയ അടിപൊളി കാഴ്ചയായിരുന്നു ഇന്ന് കണ്ടത്. എന്ത് ഗ്രീനറി ആണെന്നോ. എനിക്ക് ഈ ഗ്രീനറി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എപ്പോഴും കണ്ണിനൊരു റിലാക്സേഷൻ കിട്ടുന്ന കാഴ്ചയാണത്. അങ്ങനെ അതെല്ലാം ആസ്വദിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നത്. ബ്രെഡ് ഓംലെറ്റ് ആണ്. സാധാരണ ഫുഡൊന്നും കഴിക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത എൻ്റെ മോൻ ഇന്ന് കൂടെ കൂടിയിട്ടുണ്ട്. കാരണം ടൊമാറ്റോ കെച്ചപ്പാണ്. അത് വെച്ച് അവൻ്റെ മുഖത്ത് തന്നെ നല്ലൊരു മേക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ അറിയാലോ അതിനോടുള്ള ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ കോങ്കൺ വഴിയുള്ള യാത്ര ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട്. ഈ കാഴ്ചകളെല്ലാം എനിക്ക് സുപരിചിതവുമാണ്. എങ്കിൽ പോലും ഇതിനോട് എനിക്കൊരു വല്ലാത്ത ആക്രാന്തമാണ്. ട്രെയിനിലോ അല്ലെങ്കിൽ ബസ്സിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് വിൻഡോ സീറ്റിനോടൊരു വല്ലാത്ത ആക്രാന്തമുണ്ട്. ബുക്കുകൾ വായിച്ചുകൊണ്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ ഹോബിയാണ്. ഹോബി എന്നൊക്കെ പറയാമോ എന്ന് എനിക്കറിയില്ല, അതെൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രീനറിക്കിടയിൽ ഒരു ഇരുട്ട് വീണതുപോലെ മഴക്കോളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പോകുന്ന കോങ്കൺ വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് തുരങ്ക പാതകളൊക്കെ ഉണ്ട്. അതൊക്കെ വന്നു പോകുന്നത് കണ്ട് മോൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഒരു മലയാളി കപ്പിളുണ്ട് ഡൽഹിയിലേക്ക്. ഒപ്പം തന്നെ ഒരു അങ്കിളും ആൻറ്റിയും റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് ഡൽഹിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നൈറ്റായി ഡേ 2 ബോറിംഗ് ഒന്നും ആയിരുന്നില്ല കേട്ടോ ട്രെയിൻ യാത്ര. എങ്കിലും എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇച്ചിരി വിരസത തോന്നി. പക്ഷേ കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ എൻജോയ് ചെയ്തു. അപ്പോൾ അടുത്ത ഡേ 3 നമുക്ക് കാണാം.